പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിജ്ഞാന സമ്പാദ്യത്തിനും അതുപോലെ തന്നെ അത് പകർന്നു കൊടുക്കുന്നതിനൊക്കെ വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ അധ്യായം തന്നെ ഇറങ്ങുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമം കൊണ്ട് നീ വായിക്കുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ വചനം ഇറങ്ങുന്നത്. ഇതിലൂടെ എഴുത്തിനും വായനക്കും ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് പഠിക്കുന്നവരെ കുറിച്ച് പറയുന്നത് മൻ സലക തരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവ് പഠിക്കാനുള്ള ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അതുവഴി അവനക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കുമെന്നാണ്. മാത്രവുമല്ല, പരിശുദ്ധമായ ഖുർആന് അറിവിനെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വഖുർ റബ്ബി സിദ്നി ഇൽമ എന്നാണ്. നബിയെ താങ്കൾ പറയുക, എൻ്റെ രക്ഷിതാവെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന മദീനത്തുൽ ഇൽമി, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ് എന്ന് പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ തൊട്ട് മുറിഞ്ഞു പോകാത്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നായിട്ട് ഇൽമുൻ നാഫിഉൻ എന്ന്, ഉപകാരപ്രദമായ അറിവ് എന്ന് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിവിന് അല്ലാഹു തആല വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഉപകാരപ്രദമായ അറിവായിരിക്കുകയും വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, അല്ലാഹുവേ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. അല്ലാഹു തആല ഉപകാരപ്രദമായ അറിവ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.